ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിൻ്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് ഡിസംബർ 27 ബുധനാഴ്ചയാണ്. ക്രിസ്മസിന് ശേഷം സാന്റ റാലി തുടർന്ന് US മാർക്കറ്റുകൾ, ബോണ്ട് ഈൽഡുകൾ വീണ്ടും ഇടിഞ്ഞത് US മാർക്കറ്റുകൾക്ക് കൂടുതൽ ഗുണമായി. ഇന്നലത്തെ ആ പോസിറ്റിവിറ്റി ഇന്ന് ഏഷ്യൻ മാർക്കറ്റുകളിലും നമുക്ക് കാണാം. ഏഷ്യൻ മാർക്കറ്റുകളെല്ലാം പോസിറ്റീവിൽ തന്നെയാണ്. പക്ഷേ ഇതിനിടയിലും നെഗറ്റീവായിട്ടുള്ള ചില കാര്യങ്ങൾ നടക്കുന്നത്. ഓയിൽ പ്രൈസുകൾ ഇന്നലെ 2% ഉയരുകയുണ്ടായി. മാത്രമല്ല ഇസ്രായേൽ ഹമാസ് യുദ്ധം ശക്തിപ്പെടുന്നു എന്നുള്ള വാർത്തകൾ വരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഇന്ന് പ്രധാനപ്പെട്ട വാർത്തകളായി വരുന്നത്. ആദ്യം മാർക്കറ്റ് ന്യൂസിലേക്ക്. പ്രധാനപ്പെട്ട വാർത്തകളിൽ ആദ്യം ഇന്ത്യയുടെ കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ് ഡാറ്റ പുറത്തു വന്നു. അതിലേക്കാണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഡിസംബർ 26 പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം 2023-24 രണ്ടാം പാദത്തിലെ ഇന്ത്യയുടെ കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ് $8.3 ബില്യൺ കുറഞ്ഞു. ഡാറ്റ അനുസരിച്ച് ജൂലൈ സെപ്റ്റംബർ മാസങ്ങളിൽ കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ് ഇന്ത്യയുടെ GDP-യുടെ 1%. 2022 ജൂലൈ സെപ്റ്റംബർ കാലയളവിൽ $78.3 ബില്യൺ ആയിരുന്നത് ഇപ്പോൾ വന്ന ക്വാർട്ടറിൽ $61 ബില്യൺ ആയിട്ടാണ് കുറഞ്ഞത്. കുറഞ്ഞ കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ് എന്നത് രാജ്യത്തേക്ക് ഒഴുകുന്ന ചരക്കുകളുടെയും സേവനങ്ങളുടെയും മൂല്യവും പുറത്തേക്ക് ഒഴുകുന്നതും തമ്മിലുള്ള ചെറിയ വിടവിനെയാണ് സൂചിപ്പിക്കുന്നത്. മൊത്തത്തിൽ CAD നാരോ ആവുന്നത് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഒരു നല്ല സംഭവ വികാസമാണ്. കൂടാതെ മെച്ചപ്പെട്ട മാക്രോ എക്കണോമിക് സ്ഥിരതയും ഇത് ഉറപ്പുവരുത്തുന്നു. മറ്റൊരു വാർത്തയിലേക്ക്. ലോകത്തിലെ മൂന്നാമത്തെ ഏറ്റവും വലിയ ഊർജ്ജ ഉപഭോക്താവായ ഇന്ത്യ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് UAE-യിൽ നിന്ന് വാങ്ങിയ ക്രൂഡ് ഓയിലിന് ആദ്യമായി റുപ്പിയിൽ പണം നൽകി. ആഗോളതലത്തിൽ പ്രാദേശിക കറൻസി പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള തന്ത്രപരമായ നീക്കമാണ് ഇതെന്നാണ് സൂചന. 2022 ജൂലൈയിലാണ് രൂപയുടെ പേയ്മെൻറ്റുകളും സെറ്റിൽമെൻറ്റുകളും അനുവദിക്കാനുള്ള RBIയുടെ നീക്കം വരുന്നത്. ഓയിൽ സപ്ലൈ ഡൈവേഴ്സിഫൈ ചെയ്യുകയും ഇന്ത്യൻ റുപ്പിയിൽ ട്രാൻസാക്ഷൻ നടത്തുന്നതിലൂടെ ട്രാൻസാക്ഷൻ കോസ്റ്റ് കുറയ്ക്കുകയും ഡോളറിനെ റിലേ ചെയ്യുന്നത് കുറയ്ക്കുകയുമായിരുന്നു ഉദ്ദേശങ്ങൾ. ഇന്ത്യയുടെ 85% ഓയിൽ ആവശ്യങ്ങളും ഇമ്പോർട്ട് വഴിയാണ് സാധിക്കുന്നത്. എന്തായാലും ഇന്ത്യയെ സംബന്ധിച്ച് ക്രൂഡ് ഓയിൽ റുപ്പിയിലുള്ള വിനിമയം ഒരു പോസിറ്റീവ് ഡെവലപ്മെന്റ് തന്നെയാണ്. അടുത്തത് കർണാടകയിൽ നിന്നുമുള്ള 1400 ഇലക്ട്രിക് ബസ്സുകൾക്കുള്ള ഓർഡർ സംബന്ധിച്ച ഒരു വാർത്തയാണ്. 1400 പുതിയ ഇലക്ട്രിക് ബസ്സുകൾ 2024 ഏപ്രിലോടെ ബാംഗ്ലൂരുവിലെ മെട്രോപൊളിറ്റൻ ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ BMTC പൊതുഗതാഗതം പ്രോത്സാഹിപ്പിക്കുന്നതിനും മലിനീകരണം കുറയ്ക്കുന്നതിനും നിരക്കുകളിൽ ഇറക്കുമെന്ന് കർണാടക CM സിദ്ധരാമയ്യ പറഞ്ഞിരിക്കുന്നു. ഈ പദ്ധതിയുടെ ആദ്യഘട്ടമായി 100 നോൺ AC ഇലക്ട്രിക് ബസ്സുകൾ ഫ്ലാഗ് ഓഫ് ചെയ്തു. ഇനി ശക്തി സ്കീം പ്രകാരം സ്ത്രീകൾക്ക് സൗജന്യ ബസ് യാത്രയാണ് നൽകി വരുന്നത്. ഇതുവരെ 120 കോടി റൈഡുകൾ നൽകി എന്നാണ് പറയുന്നത്. ദാരിദ്ര്യം അനുഭവിക്കുന്നവർക്കും തൊഴിലാളികൾക്കും ഇടത്തരക്കാർക്കും ഉൾപ്പെടെ 4.3 കോടി ജനങ്ങൾക്ക് പദ്ധതിയുടെ പ്രയോജനം ലഭിക്കുമെന്ന് സിദ്ധരാമയ്യ അവകാശപ്പെടുന്നു. ഇനി ഈ പദ്ധതിയുടെ പ്രയോജനം ലഭിക്കുന്നത് ആർക്കൊക്കെയാണെന്ന് നോക്കാം. ഇലക്ട്രിക് ബസ് സെഗ്മെന്റിലുള്ള കമ്പനികൾക്ക് തീർച്ചയായിട്ടും ഇതൊരു പോസിറ്റീവ് ന്യൂസാണ്. ടാറ്റ മോട്ടോഴ്സ്, ഒലക്ട്ര ഗ്രീൻ ടെക്, അശോക് ലൈലാൻഡ് എന്നിവയ്ക്ക് ഒരു പോസിറ്റീവായിട്ടുള്ള വാർത്ത തന്നെയാണ്. ബാറ്ററി സപ്ലൈ ചെയ്യുന്ന കമ്പനികൾക്ക് എക്സൈഡ് ഇൻഡസ്ട്രീസ്, അമർ രാജ ബാറ്ററീസ്, ടാറ്റ പവർ എന്നിവയ്ക്കും ചാർജിംഗ് ഇൻഫ്രാസ്ട്രക്ചർ പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനികളായ ABB ഇന്ത്യ, ഗ്രീൻ സെൽ ടെക് എന്നിങ്ങനെയുള്ള കമ്പനികൾക്ക് വളരെയേറെ പോസിറ്റീവായിട്ടുള്ള ഒരു വാർത്ത തന്നെയാണ്. ഈ പറഞ്ഞ കമ്പനികളുടെ പേരൊന്നും ആരും തന്നെ ഒരു റെക്കമെൻഡേഷനായിട്ട് എടുക്കരുത്. ഈ സെഗ്മെൻറ്റിൽ വരുന്ന കുറച്ച് കമ്പനികളുടെ പേര് പറഞ്ഞു എന്ന് മാത്രം. ഇനി നമ്മുടെ ഈ ചാനൽ കാണുന്ന ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരായുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. മാത്രമല്ല നമ്മുടെ വീഡിയോയ്ക്ക് ആരെങ്കിലും ലൈക്ക് ചെയ്യാത്തവരായുണ്ടെങ്കിൽ ലൈക്ക് ബട്ടൺ കൂടി എനേബിൾ ചെയ്യാൻ മറക്കരുത്. നിഫ്റ്റിയിലേക്ക്. ഇന്നലെ 21,441 0.43% ഉയർന്നാണ് നിഫ്റ്റി ക്ലോസ് ചെയ്യുന്നത്. മോർണിംഗ് സെഷനിൽ ഒരു പോസിറ്റീവ് സ്റ്റാർട്ടിന് ശേഷം മാർക്കറ്റ് സൈഡ് വേസിലായിരുന്നു. നിഫ്റ്റിയെ സംബന്ധിച്ച് ഒരു നിർണായക ഹർഡിലായിട്ടുള്ളത് 21,500 നിഫ്റ്റിയിൽ ഹയർ ലോ ഫോർമേഷൻ തുടർച്ചയായ രണ്ടാം ദിവസമാണ്. അത് ഒരു പോസിറ്റിവിറ്റി തന്നെയാണ്. നിഫ്റ്റി ഇപ്പോൾ ഉള്ളത് 21,250 21,600 റേഞ്ചിനും ഇടയിലാണ്. 21,500 ബ്രേക്ക് ചെയ്ത് നല്ല വോളിയത്തോടെ ക്ലോസ് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ കൂടുതൽ ഉയരങ്ങളിലേക്ക് നമുക്ക് നിഫ്റ്റിയെ പ്രതീക്ഷിക്കാം. ഡൗൺ സൈഡിൽ 21,300 ഒരു ക്രൂഷ്യൽ ആയിട്ടുള്ള ലെവലാണ്. ഡേ ക്യാൻഡിൽ നോക്കിയാൽ ചെറിയ അപ്പർ ലോവർ ഷാഡോയോട് കൂടിയ ബുള്ളിഷ് കാൻഡിൽ സ്റ്റിക് പാറ്റേൺ ആണ് ഫോം ആയിരിക്കുന്നത്. എല്ലാ കീ മൂവിംഗ് ആവറേജുകൾക്കും മുകളിലാണ് നിഫ്റ്റി ഉള്ളത് എന്നത് മറ്റൊരു പോസിറ്റീവായിട്ട് കണക്കാക്കാം. ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റയിലേക്ക് വരാം. കോൾ സൈഡിലും പുട്ട് സൈഡിലും മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് വന്ന സ്ട്രൈക്കുകളിലേക്കാണ്. ആദ്യം കോൾ സൈഡ് 22,000-ലാണ് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ളത്. അതിനുശേഷം 21,500 സ്ട്രൈക്കിലും അതിനുശേഷം 21,600 സ്ട്രൈക്കിലുമാണ് മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ളത്.
പുട്ട് സൈഡിലേക്ക് വന്നാൽ 21,300 സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ളത്. അതിനുശേഷം 21,000-ലും അതിനുശേഷം 21,400 സ്ട്രൈക്കിലുമാണ്. ഇനി ഇമീഡിയറ്റ് റെസിസ്റ്റൻസ് ആയി ഈ ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം വരുന്നത് 21,500 മുതൽ 21,600 സോണാണ്. സപ്പോർട്ടായി വരാൻ സാധ്യതയുള്ളത് 21,300 മുതൽ 21,000 സോണുമാണ്. ചേഞ്ച് ഇൻ ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം കോൾ സൈഡിലും പുട്ട് സൈഡിലും വന്ന വ്യത്യാസങ്ങൾ പരിശോധിക്കാം. ആദ്യം ATM സ്ട്രൈക്കായ 21,450-ൽ 367% വർധനവാണ് പുട്ട് സൈഡിലുള്ളത്. അതായത് നല്ല ഒരു ലോങ് ബിൽഡപ്പ് തന്നെയാണ് അവിടെ കാണുന്നത്. ഇനി ആ സ്ട്രൈക്കിൽ കോൾ സൈഡിലേക്ക് വന്നാൽ 161% വർധനവാണുള്ളത്. ഒരു ഷോർട്ട് ബിൽഡപ്പാണ് ഈ സ്ട്രൈക്കിൽ കാണുന്നത്. 21,400 സ്ട്രൈക്കിലേക്ക് വന്നാൽ 119% വർധനവ്. ഒരു ലോങ് ബിൽഡപ്പ് തന്നെയാണ് പുട്ട് സൈഡിൽ ഈ സ്ട്രൈക്കിലുള്ളത്. കോൾ സൈഡിലേക്ക് വന്നാൽ 19% മാത്രം വർധനവാണുള്ളത്. ഇനി 21,500 സ്ട്രൈക്കിൽ 79% വർധനവാണുള്ളത് പുട്ട് സൈഡിൽ. അതായത് ഒരു ലോങ് ബിൽഡപ്പ് തന്നെയാണ് ആ സ്ട്രൈക്കിൽ കാണുന്നത്. 29% വർധനവ് കോൾ സൈഡിൽ കാണാം. ഷോർട്ട് ബിൽഡപ്പാണ് അവിടെയുള്ളത്. 3 സ്ട്രൈക്കുകളും കമ്പയർ ചെയ്യുമ്പോൾ പുട്ട് സൈഡ് തന്നെയാണ് കൂടുതൽ സ്ട്രോങ് എന്ന് കാണാം. പുട്ട് സെല്ലേഴ്സ് മാർക്കറ്റിനെ മുകളിലേക്ക് കൊണ്ടുപോകാൻ ശക്തിയാർജിച്ച് തന്നെ നിൽക്കുന്നു എന്നാണ് ഈ ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ കാണിച്ചു തരുന്നത്. ബാങ്ക് നിഫ്റ്റിയിലേക്ക് 47,724-ൽ 0.49% ഉയർന്നാണ് ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്യുന്നത്. ഇപ്പോൾ 47,000 മുതൽ 48,000 എന്ന റേഞ്ചിലാണ് ബാങ്ക് നിഫ്റ്റി ഉള്ളത്. മാത്രമല്ല 47,500-ന് മുകളിൽ ട്രേഡ് ചെയ്യുന്നു എന്നത് ഒരു പോസിറ്റിവിറ്റി തന്നെയാണ്. അപ്സൈഡിൽ ഒരു റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 48,000 മുതൽ 48,250 സോണാണ്. സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 47,500-മാണ്. ബാങ്ക് നിഫ്റ്റിയിൽ മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് വരുന്ന കോൾ സൈഡിലെയും പുട്ട് സൈഡിലെയും സ്ട്രൈക്കുകൾ നോക്കാം. ആദ്യം 48,000-ലാണ് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കോൾ സൈഡിലുള്ളത്. അതിനുശേഷം 49,000-ലും അതിനുശേഷം 48,500 സ്ട്രൈക്കിലുമാണ്. പുട്ട് സൈഡിലേക്ക് വന്നാൽ 47,500-ലാണ് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിനുശേഷം 47,000-ലും അതിനുശേഷം 46,000-ലുമാണ്. ഓപ്പൺ ഇൻട്രസ്റ്റ് പ്രകാരം സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 47,500-ഉം റെസിസ്റ്റൻസിന് സാധ്യതയുള്ളത് 48,000-വുമാണ്. ഇന്ത്യ വിക്സിലേക്ക് വൊളറ്റാലിറ്റിയിൽ ഒരു ഷാർപ്പ് ഇൻക്രീസാണ് ഇന്നലെ കണ്ടത്. ഇന്ത്യ വിക്സ് 9 മാസത്തെ ഏറ്റവും ഉയർന്ന നിലയിലെത്തി. 14.68 എന്ന നിലയിലാണ്. 7% നേട്ടത്തിലായിരുന്നു ഇന്നലെ ക്ലോസ് ചെയ്യുന്നത്. അടുത്ത സെഗ്മെൻറ്റിലേക്ക് പോകാം. അതിനു മുന്നേ നമ്മുടെ വീഡിയോയ്ക്ക് ആരെങ്കിലും ലൈക്ക് ചെയ്യാത്തതായി ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഒന്ന് ലൈക്ക് ചെയ്യുക. പ്രധാനപ്പെട്ട സ്റ്റോക്ക് ന്യൂസുകളിലേക്ക് വരാം. അതിനു മുന്നേ നമ്മുടെ ഡെയിലി മാർക്കറ്റ് ന്യൂസ് മാർക്കറ്റുള്ള ദിവസങ്ങളിൽ എല്ലാ ദിവസവും രാവിലെ തന്നെ ഉണ്ടായിരിക്കുന്നതാണ്. മാത്രമല്ല നമ്മുടെ ലൈവ് സെഷൻ രാവിലെ 11 മണി മുതൽ 3:30 വരെയാണ്. ഇനി ചില ദിവസങ്ങളിൽ ലൈവ് ഇല്ലാത്ത ദിവസങ്ങളിലും അതുപോലെ നിങ്ങൾക്ക് രാവിലെ 9 മണി മുതൽ തന്നെ ഞങ്ങളോടൊപ്പം ട്രേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ച് നിങ്ങൾക്ക് ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഞങ്ങളുടെ എഡ്യൂക്കേഷണൽ വ്യൂസ് അവിടെ ഷെയർ ചെയ്യുന്നുണ്ട്. അത് കൃത്യസമയത്ത് തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതുമാണ്. മറ്റൊരു കാര്യം പറയാനുള്ളത്, വളരെ വൊളറ്റൈലായിട്ടുള്ള സെഷനാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധാപൂർവ്വം മാത്രം ട്രേഡ് എടുക്കുക. നിങ്ങളുടെ പണമാണ്, അത് ഒരിക്കലും നിങ്ങൾ കളയാതിരിക്കുക. അത്തരത്തിൽ പഠിച്ച് ട്രേഡ് ചെയ്യാൻ നിങ്ങൾക്ക് ഞങ്ങൾ ഒരു കോഴ്സ് കൂടി തയ്യാറാക്കിയിട്ടുണ്ട്. അത് ആവശ്യമുള്ളവർക്ക് ഈ നമ്പറിൽ തന്നെ വാട്സപ്പിൽ മെസ്സേജ് അയച്ച് നിങ്ങൾക്ക് കോഴ്സ് വീഡിയോ ആവശ്യപ്പെടാവുന്നതാണ്. സ്റ്റോക്ക് ന്യൂസിലേക്ക് തിരികെ SJVN ഗുജറാത്ത് ഊർജ്ജ വികാസ് നിഗം നടത്തിയ മത്സരാധിഷ്ഠിത റിവേഴ്സ് ലേലത്തിലൂടെ 100 മെഗാവാട്ട് സോളാർ പവർ പ്രൊജക്ടിൻ്റെ ഓർഡർ SJVN നേടിയിരിക്കുന്നു. പോസിറ്റീവായിട്ടുള്ള ഒരു വാർത്തയാണ്. അടുത്തത് കാൻസായ് നെറോലാക് പെയിൻറ്റ്സ് കമ്പനിയുടെ മുംബൈ ലോവർ പരേലിലുള്ള അവരുടെ ഭൂമി 726 കോടി രൂപയ്ക്ക് വിൽക്കുന്നു എന്നൊരു വാർത്ത. മറ്റൊരു കമ്പനി VPRPL എന്ന കമ്പനിയാണ്. കമ്പനിക്ക് ഉത്തര ഗവൺമെൻറ്റിൽ നിന്നും 2 പുതിയ പദ്ധതികൾക്കുള്ള ഓർഡർ ലഭിച്ചു. 5.25 ബില്യനും 3.73 ബില്യൺ രൂപയും ആണ് പ്രൊജക്റ്റ് കോസ്റ്റ് വരുന്നത്. അടുത്തത് ഉഗ്രോ ക്യാപിറ്റൽ നോൺ കൺവേർട്ടബിൾ ഡിബഞ്ചറുകൾ ഇഷ്യൂ ചെയ്യുന്നതിലൂടെ ഫണ്ട് സമാഹരണത്തിന് ഡിസംബർ 29-ന് ബോർഡ് യോഗം ചേരും. അടുത്തത് ഫൈസർ എന്ന കമ്പനിയെക്കുറിച്ചുള്ള വാർത്തയാണ്. ഡെപ്യൂട്ടി കമ്മീഷൻ ആൻഡ് CGST ആൻഡ് CXൽ നിന്ന് 24.4 മില്യൺ രൂപയുടെ ടാക്സ് ഓർഡർ കമ്പനിക്ക് ലഭിച്ചു എന്നൊരു നെഗറ്റീവായിട്ടുള്ള വാർത്ത. അടുത്തത് സിൻജെയിൻ ഇൻ്റർനാഷണൽ Q3 റിസൾട്ടുകൾ പരിഗണിക്കുന്നതിനായി ജനുവരി 25, 2024 ബോർഡ് യോഗം ചേരും എന്നൊരു വാർത്ത. ഇന്ന് F&O സെഗ്മെന്റിൽ ബാനായ സ്റ്റോക്കുകൾ കൂടി നോക്കാം. ബൽറാംപൂർ ചിനി മിൽസ്, ഡെൽറ്റ കോർപ്പ്, ഹിന്ദുസ്ഥാൻ കോപ്പർ, നാഷണൽ അലുമിനിയം, RBL ബാങ്ക് എന്നിവയാണ്. അടുത്തത് എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി നമ്മൾ ഷെയർ ചെയ്യുന്ന F&O സ്റ്റോക്കുകളുടെയും സ്വിംഗ് സ്റ്റോക്കുകളുടെയും പെർഫോമൻസ് അനാലിസിസിലേക്കാണ്. ആദ്യം
ടാർഗറ്റ് ഹിറ്റ് ചെയ്ത ഇൻട്രാഡേയിലെ സ്റ്റോക്ക് നോക്കാം. F&O സെഗ്മെന്റിൽ ബജാജ് ഫിനാൻസ് 7300 PE ആയിരുന്നു പറഞ്ഞത്. എൻട്രി എടുക്കുന്നത് 7255 എന്ന നിലയിൽ. ടാർഗറ്റായി ഫിക്സ് ചെയ്തിരുന്നത് 7200 ആയിരുന്നു. 7145 വരെയാണ് സ്റ്റോക്ക് ഡൗൺ ആയത്. നല്ല പ്രോഫിറ്റാണ് നമുക്ക് ബജാജ് ഫിനാൻസിൽ ലഭിച്ചത്. നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്തു, അതിന് താഴേക്ക് വലിയ പ്രോഫിറ്റിലേക്ക് അത് പോയി. അടുത്തത് കോൾ ഇന്ത്യ ആയിരുന്നു. ഡിസംബർ 22 നമ്മൾ പറഞ്ഞത്. 360 CE ആയിരുന്നു. എൻട്രി എടുക്കുന്നത് 364.75 എന്ന നിലയിൽ. ടാർഗറ്റ് 370 ആയിരുന്നു. ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ സാധിച്ചു. അടുത്തത് ബെൽ 175 CE ആയിരുന്നു പറഞ്ഞത്. എൻട്രി എടുക്കുന്നത് 179.5 എന്ന നിലയിൽ. സ്റ്റോക്ക് 184.5 വരെയാണ് അപ്പായത്. ടാർഗറ്റിന് വളരെ അരികെ വരെ എത്തി. നല്ല പ്രോഫിറ്റാണ് നമുക്ക് ബെല്ലിൽ ലഭിച്ചത്. അടുത്തത് BHEL 180 CE ആയിരുന്നു പറഞ്ഞത്. എൻട്രി എടുക്കുന്നത് 182 184.3 വരെയാണ് സ്റ്റോക്ക് അപ്പായത്. അടുത്തത് NMDC 200 CE ആയിരുന്നു. എൻട്രി എടുക്കുന്നത് 203 എന്ന നിലയിൽ. 205 വരെ NMDC അപ്പായി. ഇവിടെ കോൾ ഇന്ത്യ ഒഴിച്ച് ബാക്കി എല്ലാ സ്റ്റോക്കുകളും ഇൻട്രാഡേയിൽ തന്നെ നല്ല പ്രോഫിറ്റിലേക്ക് ഇന്നലെ വന്ന സ്റ്റോക്കുകളാണ്. അടുത്തത് മാരുതി 10,200 CE ആയിരുന്നു ഡിസംബർ 22 നമ്മൾ പറഞ്ഞത്. എൻട്രി എടുക്കുന്നത് 10,245 എന്ന നിലയിൽ. 10,281 വരെയാണ് സ്റ്റോക്ക് അപ്പായത്. നല്ല പ്രോഫിറ്റാണ് നമുക്ക് ലഭിച്ചത്. ഇനിയിപ്പോൾ ഹോൾഡിങ്ങിലുള്ള F&O സ്റ്റോക്കുകളെ കുറിച്ച് പറയാം. ഗുജറാത്ത് ഗ്യാസ് ലിമിറ്റഡ് 450 CE ആയിരുന്നു പറഞ്ഞത്. എൻട്രി എടുക്കുന്നത് 457 ഇപ്പോൾ ഹോൾഡിങ്ങിലാണ്. HDFC ലൈഫ് 640 PE. എൻട്രി എടുക്കുന്നത് 636 ഹോൾഡിങ്ങിലാണ്. SBIN 640 PE. എൻട്രി എടുത്തത് 638 ട്രെൻഡ് 3000 PE. എൻട്രി എടുക്കുന്നത് 2971 ഈ സ്റ്റോക്കുകളെല്ലാം ഹോൾഡിങ്ങിലാണ്. സ്വിംഗ് സെഗ്മെന്റിൽ നമ്മുടെ ടാർഗറ്റ് അച്ചീവ് ചെയ്തത് ഇൻട്രാഡേയിൽ തന്നെ ടാറ്റ കെമിക്കൽസ് ആയിരുന്നു. 1052 എന്ന നിലയിലാണ് സ്റ്റോക്കിൽ എൻട്രി എടുക്കുന്നത്. 1096 വരെ സ്റ്റോക്ക് അപ്പായി. ഏകദേശം 4% മുകളിൽ നമുക്ക് ഇൻട്രാഡേയിൽ മാത്രം പ്രോഫിറ്റായി ലഭിച്ചു. മറ്റൊരു സ്റ്റോക്ക് മസ്ഗോൺ ഡോക്ക് ഷിപ്പ് ബിൽഡേഴ്സ് ആണ്. നവംബർ 21 സ്റ്റോക്കിൽ നമ്മൾ 1998 എന്ന നിലയിൽ എൻട്രി എടുത്തത്. 2295 വരെയാണ് സ്റ്റോക്ക് അപ്പായത്. ഏകദേശം 14.80% സ്റ്റോക്ക് അപ്പായി. നല്ല പ്രോഫിറ്റ് ആയിരുന്നു. നമ്മുടെ ടാർഗറ്റും ഹിറ്റ് ചെയ്യാൻ സാധിച്ചു. ഇന്നലത്തെ നമ്മുടെ സ്റ്റോക്കിൻ്റെ അപ്ഡേറ്റ്സ് ആണ് ഇവിടെ പറഞ്ഞത്. ഇനി ആർക്കെങ്കിലും ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തൊട്ടുമുകളിൽ നമ്മൾ കൊടുത്ത വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ച് നിങ്ങൾക്ക് ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഗ്ലോബൽ മാർക്കറ്റിൽ ആദ്യം FIDA ആക്ടിവിറ്റിയാണ്. FIAs ഇന്നലെ 95 കോടി രൂപയ്ക്കാണ് സെല്ല് ചെയ്ത്. DIs ആവട്ടെ 167 കോടി രൂപയ്ക്ക് ബൈ ചെയ്തു. തുടർച്ചയായ 6ാമത്തെ ദിവസമാണ് FIAs സെല്ലിങ്ങിൽ തന്നെ നിൽക്കുന്നത്. എന്തായാലും സെല്ലിംഗ് വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ എന്നത് ഒരു പ്ലസ് ആയിട്ട് തന്നെ നമുക്ക് കാണാം. US മാർക്കറ്റുകൾ ക്രിസ്മസ് എന്ന വലിയ ആഘോഷത്തിന് ശേഷം വീണ്ടും US വിപണി നേട്ടത്തിൽ ക്ലോസ് ചെയ്തു. ഡൗ ജോൺസ് 0.43% ഉയർന്നപ്പോൾ നാസ്ഡാക്ക് 0.52% ഉയർന്നും S&P 500 0.43% ഉയർന്നുമാണ് ക്ലോസ് ചെയ്തത്. S&P 500ഉം നാസ്ഡാക്കും പുതിയ ഓൾ ടൈം ഹൈക്ക് അരികിലാണ്. 2023 ഇനി വെറും 3 ട്രേഡിംഗ് സെഷൻ മാത്രമേ നമുക്ക് മുന്നിലുള്ളൂ. ഇതിനോടകം ഡൗ ജോൺസ് 13% ഈ വർഷം ഉയർന്നത്. S&P 500 24%, നാസ്ഡാക്ക് 44% ഉയർന്നു. ഇനി ബുധനാഴ്ച പുറത്തു വരാനിരിക്കുന്ന മാനുഫാക്ചറിംഗ് ഇൻഡസ്ട്രി എക്കണോമിക് ഡാറ്റ പ്രധാനപ്പെട്ടതാണ്. US ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളുടെ പ്രകടനം. ആദ്യം ടെക് സൈഡിൽ ഇൻഫോസിസ് 1.65% ഡൗൺ സൈഡിലാണ് ഇന്നലെ ക്ലോസ് ചെയ്ത്. വിപ്രോ 1.57% ഉയർന്നപ്പോൾ ICICI ബാങ്ക് 0.25% ഉയർന്നു. HDFC ബാങ്ക് 0.40% ഇടിഞ്ഞും. ആക്സിസ് ബാങ്ക് ഒരു മ്യൂട്ടഡ് അവസ്ഥയിലുമാണ് ക്ലോസ് ചെയ്തത്. ഡോക്ടർ റെഡ്ഡി 0.07% ഇടിവിലുമാണ് ഇന്നലെ ക്ലോസ് ചെയ്യുന്നത്. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന US മാർക്കറ്റിന്റെ ഫ്യൂച്ചേഴ്സ് നാസ്ഡാക്ക് 0.02% ഉയർന്നും. S&P 500 0.01% ഉയർന്നും. ഡൗ ജോൺസ് ഒരു മ്യൂട്ടഡ് അവസ്ഥയിലുമാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. യൂറോപ്യൻ മാർക്കറ്റുകൾ ക്രിസ്മസിനോടനുബന്ധിച്ച് ഇന്നലെ അവിടെ മാർക്കറ്റുകൾ ക്ലോസ്ഡ് ആയിരുന്നു. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ഫ്യൂച്ചർ മാർക്കറ്റ് ജർമ്മൻ മാർക്കറ്റ് ഡാക്സ് 0.45% ഉയർന്നാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ഏഷ്യൻ മാർക്കറ്റുകളിലേക്ക് ഏഷ്യ പസഫിക് സ്റ്റോക്കുകൾ ബുധനാഴ്ച ഉയർന്നാണ് ഉള്ളത്. ഓസ്ട്രേലിയയുടെ S&P ASX 200 2022 ഏപ്രിലിന് ശേഷമുള്ള ഏറ്റവും ഉയർന്ന നിലയിലെത്തി. ഇപ്പോൾ ഓപ്പൺ ചെയ്ത ഏഷ്യൻ മാർക്കറ്റുകളിൽ ഒരു പോസിറ്റിവിറ്റി കാണാം. ഗിഫ്റ്റ് നിഫ്റ്റി 21,538.50 എന്ന നിലയിലാണ്. ഒരു 36 പോയിന്റ്സിന്റെ അപ്സൈഡിലാണ് ഇപ്പോൾ ഉള്ളത്.
ഇപ്പോൾ 7 മണിയാണ് സമയം. ഈ ഒരു നില വെച്ച് നമ്മുടെ നിഫ്റ്റിയിൽ ഒരു ഓപ്പണിങ്ങിന് സാധ്യതയുള്ളത് 60 മുതൽ 70 പോയിന്റ്സിൻ്റെ ഒക്കെ ഒരു ഗ്യാപ്പ് അപ്പാണ്. മറ്റ് ഏഷ്യൻ മാർക്കറ്റുകളിൽ ജപ്പാൻ മാർക്കറ്റ് നിക്കി ഇപ്പോൾ നല്ല പോസിറ്റിവിറ്റിയോടുകൂടിയാണ് ട്രേഡ് ചെയ്യുന്നത്. 1.35% അപ്സൈഡിലാണുള്ളത്. തായ്വാൻ മാർക്കറ്റ് 0.27% അപ്സൈഡിലും, സിംഗപ്പൂർ മാർക്കറ്റ് 0.15% അപ്സൈഡിലും, കോസ്പി മാർക്കറ്റ് മാത്രമാണ് ഡൗൺ സൈഡിലുള്ളത് 0.28%. ഓയിൽ പ്രൈസുകൾ ഇന്നലെ 2% ഉയർന്നു. റെഡ് സീയിൽ കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണങ്ങളും റേറ്റ് കട്ട് എക്സ്പെക്ടേഷനുമാണ് എണ്ണവില ഉയരാൻ കാരണമാകുന്നത്. ബ്രന്റ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് 80.57 എന്ന നിലയിലാണ്. 0.19% ഇടിവിലാണുള്ളത്. WTI ഉള്ളത് 75.22 എന്ന നിലയിൽ 0.49% ഇടിവിലാണ് WTI ഉള്ളത്. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് വാർത്തകളാണ് ഇവിടെ ഷെയർ ചെയ്ത്. മറ്റുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ വ്യൂസ് മാത്രമാണ്. ഒരിക്കലും അതൊന്നും ഒരു റെക്കമെൻഡേഷനായിട്ട് ആരും തന്നെ എടുക്കരുത്. എങ്കിൽ ഇന്നത്തെ വാർത്ത ഇവിടെ പൂർത്തിയാവുന്നു. നല്ലൊരു ട്രേഡിംഗ് ദിവസമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി.